സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ടാൾക്കാരുടെ കഥ പറയുന്നുണ്ട്. അതിൽ ഒരാൾക്ക് അള്ളാഹു ഒരുപാട് ധനം കൊടുത്തു, ഒരാൾക്ക് ആവശ്യത്തിന് മാത്രം കൊടുത്തു. ഇതിൽ കൂടുതലെന്ന ധനം കിട്ടിയ ആൾ പെട്ടെന്ന് അറഗൻ്റായിട്ട് മാറുകയാണ്, ഇയാൾ ധിക്കാരിയായി മാറുകയാണ്. ഇയാൾ ഈ പാവപ്പെട്ട ആളോട് ഇങ്ങനെ സംസാരിക്കും, നിനക്കാൾ ഒരുപാട് സമ്പത്തും ആൾക്കാരും എൻ്റെ കൂടെ ഉണ്ട്, ഈ സാധനങ്ങളൊന്നും ഒരിക്കലും നശിച്ചു പോകും എന്ന് ഞാൻ കരുതുന്നില്ല, ഇത് കാലാകാലം എൻ്റെ കൂടെ ഉണ്ടാകുകയും ചെയ്യും. അങ്ങനെ അഥവാ ഒരു ലോകാവസാനം ഉണ്ടാകുകയാണെങ്കിൽ തന്നെ എനിക്ക് ഭാവിയിൽ കിട്ടാൻ പോകുന്നതും ഇതിനേക്കാൾ നല്ലതായിരിക്കും. അപ്പോൾ ഈ മുസ്ലിം സഹോദരന് പാവപ്പെട്ട ആൾ ഇയാളോട് വാണ് ചെയ്യുന്നുണ്ട്, നീ ഇതൊക്കെ പറയുമ്പോൾ മാഷാ അള്ളാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയണം. കാരണം ഇതൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, ഇതൊക്കെ അള്ളാഹു ആണ് നിനക്ക് തന്നത്. ഇതൊന്നും കേൾക്കാതെ അയാൾ ധിക്കാരിയായിട്ട് നിൽക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് കൊടുത്ത ധനങ്ങളൊക്കെ എടുത്തു കളയുന്നു. സൈക്കോളജിയിൽ ഇതിന് പറയുന്നത് കൊഗ്നിറ്റീവ് ബയാസ് എന്നാണ്. അതായത് നമ്മളുടെ സക്സസ് നമ്മളെ ട്രിക്ക് ചെയ്യാണ്, നമ്മളെ പറ്റിക്കുകയാണ്, ഭാവിയിലും നമ്മളിപ്പോൾ ഉള്ളത് പോലെ തന്നെയാണ് ഉണ്ടാകുക എന്നുള്ളത് നമ്മളെങ്ങനെ തോന്നിപ്പിക്കുന്നു. ആക്ച്വലി ഖുർആൻ നമ്മളെ വാണം ചെയ്യുന്നുണ്ട്, എല്ലാം തകിടം മറിയാൻ, എല്ലാ സക്സസും എല്ലാ വിജയങ്ങളും തകിടം മറിയാൻ ഒരു നിമിഷം മതി. ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലൈഫിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റൂ. സോ ഇതൊരു റിമൈൻഡിങ് ആവട്ടെ നമുക്ക്. നമ്മൾ കിട്ടിയതിനെ നമ്മൾ നന്ദി കാണിക്കുകയാണെങ്കിൽ മാത്രമേ ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടാവും, കിട്ടിയത് നിലനിൽക്കുകയും ചെയ്യും. ഇൻ ശകർത്തും ലസീദന്നക്കും. അസ്സലാമു അലൈക്കും.